രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ദേശീയ നേതാവാണ്. ആർത്ഥത്തിൽ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. പരസ്പരം ഞങ്ങൾക്കൊക്കെ ബഹുമാനമുണ്ട്. ആ കാര്യമൊക്കെ വേറെ കാര്യം. പക്ഷേ പാർലമെൻറ്റേറിയൻ നിലക്ക് അദ്ദേഹം അങ്ങേയറ്റത്തെ പരാജയമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നു? അമേത്തിയിൽ പരാജയപ്പെടാൻ കാരണം ജയിച്ചാൽ പിന്നെ അങ്ങോട്ട് പോയി നോക്കൂല. അമേത്തിയിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ്. ജയിച്ച ശേഷം പിന്നെ അമേത്തിയിലേക്ക് പോയതേ ഇല്ല. അല്ലാണ്ട് അവിടെ BJP മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇന്ത്യയുടെ സ്ഥിതി എന്താ? ഇത് പിന്നെ MP-യുടെ പിന്നെ ഇതാണ്. ഇന്ത്യയിൽ ഏറ്റവും കേരളത്തിലേക്കൊന്നും വരാൻ നേരത്ത് നേരമില്ല. കാരണം ദേശീയ നേതാവാണ്, ഡൽഹിയിലാണ്. എന്നാൽ പാർലമെൻറ്റിൽ പോണ്ടേ? കേരളത്തിലെ 20 MP-മാരിൽ ഏറ്റവും കുറഞ്ഞ ഹാജർ നില രാഹുൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും 52%. കേരളത്തിലെ സ്റ്റേറ്റ് ആവറേജ് 83%. 100 ദിവസം പാർലമെൻറ്റ് സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ 83 ദിവസം 19 MP-മാർ പോയിട്ടുണ്ടെങ്കിൽ ആവറേജ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ 52 ദിവസം. അയാൾ എവിടെ പോകുന്നു? പാർലമെൻറ്റ് പോണ്ടേ? ഇവിടെ വരണ്ട, പാർലമെൻറ്റ് പോണ്ടേ? ആ കാര്യം പോലും ചെയ്യാൻ അദ്ദേഹത്തിന് നേരമില്ല. ഇനി രണ്ടാമത്തൊരു കാര്യം, വന്യമൃഗശല്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, വളരെ രൂക്ഷമാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചുകൂടാ? എല്ലാ സംവിധാനം അദ്ദേഹത്തിൻ്റെ ഓഫീസിലില്ലേ? വലിയ വിപുലമായ ഓഫീസ് സംവിധാനമുള്ള ഒരാളല്ലേ നമ്മുടെ രാഹുൽ ഗാന്ധി MP? ചെറിയ ആളാണോ? ദേശീയ നേതാവല്ലേ? അദ്ദേഹത്തിന് അവതരിപ്പിച്ചിട്ടുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് 0, ഒറ്റ ഒന്നും അവതരിപ്പിച്ചില്ല. അതിനൊന്നും നേരമില്ല അദ്ദേഹത്തിന്. നാഷണൽ ആവറേജ് 1.5, സ്റ്റേറ്റ് ആവറേജ് മറ്റ് 19 MP-മാരുണ്ടല്ലോ അവർ 4.8, 5 സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. 4.8 പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, ചോദ്യം ചോദിക്കേണ്ട MP-മാർ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ടഡ് MP 99 ചോദ്യം രാഹുൽ ഗാന്ധിയുടെ വക. സ്റ്റേറ്റ് ആവറേജ് 200. അപ്പോൾ ഇദ്ദേഹത്തിന് പാർലമെൻറ്റ് പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല, അതാ വിഷയം. ഇതിലൊന്നും ഒരു താല്പര്യമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പലപ്പോഴും നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയി കളയും. എന്താ അങ്ങനത്തെ ചെയ്യുന്നത് എനിക്കറിയില്ല, നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് എവിടെയും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഇവിടെ അദ്ദേഹമാണ് മത്സരിക്കുന്നത്, അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വമാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രിയായി വന്നതുപോലെ ഇപ്രാവശ്യം വന്നാൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം ജനങ്ങൾ നല്ലപോലെ ചോദിക്കും.